പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ മരണം നീതിരഹിതർക്ക് വേണ്ടിയുള്ള നീതിമാൻ്റെ മരണമായിരുന്നു. 1 പത്രോസ് 2:24. നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി. അത് നാം പാപത്തിൽ മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. ദൈവപുത്രനായ യേശു പാപമില്ലാത്ത നീതിമാനായിരുന്നു. എങ്കിലും പാപികളും നീതിരഹിതരുമായ നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്ത് കുരിശിൽ പീഡകൾ സഹിച്ച് ജീവൻ ബലിയർപ്പിച്ചു. എന്തിനു വേണ്ടിയാണ് യേശു ഇത്രമാത്രം പീഡകൾ സഹിച്ചത്? നാം പാപത്തിൽ മരിച്ച് ദൈവത്തിൻ്റെ നീതിയിൽ ജീവിക്കേണ്ടതിനാണ് ഇത്രമാത്രം പീഡകൾ യേശു ഏറ്റെടുത്തത്. നമുക്ക് നിത്യരക്ഷ നൽകുന്നതിനു വേണ്ടിയാണ്. നാം പാപത്തെ ഉപേക്ഷിക്കുവാൻ നമ്മെ സഹായിക്കാൻ പരിശുദ്ധാത്മാവിനെ യേശുനാഥൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നാം നമ്മുടെ സ്വന്തമല്ല, യേശുവിൻ്റെ തിരുരക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. യേശുവിനെ നമ്മുടെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് യേശുവിന് വേണ്ടി ജീവിക്കുന്നവരായി നാം മാറണം. യേശുവിൻ്റെ ഹിതം നിറവേറ്റി ജീവിക്കുന്നവരായി നാം മാറണം. അതിനു വേണ്ടിയാണ് യേശുനാഥൻ ഇത്രമാത്രം പീഡകൾ സഹിച്ച് കുരിശിൽ ജീവൻ ബലിയർപ്പിച്ചത്. അപ്പോൾ പാപങ്ങൾ നാം ഉപേക്ഷിക്കുമ്പോൾ യേശുവിന് വേണ്ടി ജീവിക്കുന്നവരായി നാം മാറും. റോമ 14:8 തിരുവചനം പറയുന്നുണ്ട്. വിശുദ്ധ പൗലോസ്ലീഹയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത്, നാം ജീവിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്വന്തമായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്വന്തമായി മരിക്കുന്നു. ആകയാൽ ജീവിച്ചാലും മരിച്ചാലും നാം കർത്താവിനുള്ളവരാണ്. വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത് പോലെ നമുക്കും പറയാൻ സാധിക്കണം, ജീവിച്ചാലും മരിച്ചാലും നാം കർത്താവിനു വേണ്ടിയുള്ളവരാണ്. അപ്പോൾ അപ്പോസ്തല പ്രവർത്തനം 4:12 ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. നമ്മുടെ അനുദിന ജീവിതത്തിൽ യേശുവിന് വേണ്ടി ജീവിക്കുന്നവരാണോ നമ്മൾ എന്ന് നാം ചിന്തിക്കണം. പാപം ചെയ്യുവാൻ സാധ്യതകൾ ഏറെ ഉണ്ടായിട്ടും അവയെ അതിജീവിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മുടെ ഹൃദയത്തിൽ വാശിയും വൈരാഗ്യവും വിദ്വേഷവും പ്രതികാര ചിന്തയുമാണോ നിറഞ്ഞിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നാം യേശുവിന് വേണ്ടി ജീവിക്കുന്നവരല്ല, നാം നമുക്ക് വേണ്ടി ജീവിക്കുന്നവരായി മാറും. അപ്പോൾ നമ്മുടെ സ്വാർത്ഥത നിറഞ്ഞ നമ്മുടെ ചിന്തകളും പ്രവർത്തനങ്ങളും മാറ്റിയിട്ട് യേശുവിന് വേണ്ടി ജീവിക്കുന്നവരാകുമ്പോൾ നമുക്ക് എളിമയുടെ തലത്തിലേക്കും നിസ്വാർത്ഥതയുടെ തലത്തിലേക്കും ശൂന്യവൽക്കരണത്തിൻ്റെ തലത്തിലേക്കും ഇറങ്ങി വരുവാൻ നമുക്ക് സാധിക്കും. സ്വാർത്ഥമോഹങ്ങളും ജഡിക താല്പര്യങ്ങളും നമ്മളിൽ കുമിഞ്ഞുകൂടുമ്പോൾ നാം നമുക്ക് വേണ്ടി ജീവിക്കുന്നവരായി മാറും. അപ്പോൾ യേശുവിന് വേണ്ടിയല്ല ജീവിക്കുന്നത്. യേശു മരിച്ചതും അതിൻ്റെ രക്ഷാകരമായ ആ വലിയ പദ്ധതി നമ്മിൽ നിറവേറാതെ വരികയും ചെയ്യും, നമ്മുടെ ദുഷിച്ച മനോഭാവം കൊണ്ട്. അതുകൊണ്ട് നമ്മുടെ ചിന്തകളും പ്രവർത്തനങ്ങളും മാറ്റി നവീകരിച്ച് യേശുവിന് വേണ്ടി ജീവിക്കുന്നവരായി മാറാം. പാപത്തിൽ മരിച്ച് ദൈവിക നീതിക്കായി ജീവിക്കുവാനായിട്ടാണ് നിരന്തരം നാം പരിശ്രമിക്കേണ്ടത്. നമ്മെ സഹായിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായി പ്രാർത്ഥിക്കുകയും പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രചോദനമനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യുമ്പോൾ നമുക്ക് എല്ലാം സാധിക്കും. ദൈവം നമ്മെ ശക്തിപ്പെടുത്തും. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.